കുറച്ച് കളമ്പിയുള്ളൂ. ഹലോ ഗൈസ്, 4 മണി എന്ന് വെച്ചാൽ പുലർച്ചെ 4 മണിക്കാണ് ഈ ചോറ് ഓംപ്ലേറ്റും പൊതിഞ്ഞ് കോഴിപ്പൊരിച്ചൊക്കെ വെച്ച് നമ്മൾ പോകുന്നത് കേട്ടോ. വേറെ എങ്ങോട്ടുമല്ല. വിശേഷമായ എന്നുള്ള ചോദ്യവും കുത്തുവാക്കും ഒക്കെ കഴിഞ്ഞ് കുറേ നേർച്ചകളൊക്കെ നേർന്നതിന് ശേഷം ഉണ്ടാക്കിയെടുത്ത മുതലാട്ടോ എമ്മിമോന്. അപ്പോൾ അതിലൊരു നേർച്ച വിടാനുള്ള പോക്കാട്ടോ ഇത്. നമ്മൾ പോകുന്നത് മമ്പുറം, പാണക്കാട്, മക്കുപറ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഒരു 1 ഡേ ഫുൾ സിയാറത്താണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയത് മമ്പുറം മക്കാമിലേക്കാണ്. അവിടെ പോയി അവിടെ നിന്ന് സിയാറത്തൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് പാണക്കാട് തങ്ങളെ വീട്ടിലോട്ടാണ്. അവിടെ പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. കാരണം ഒരു കല്യാണത്തിന് ആളുണ്ടായിരുന്നു. ജാതിമത തന്നെ എത്ര ആൾക്കാർ അവിടെ വന്നൊരു കയ്യും കണക്കൂല. ശരിക്കും പറഞ്ഞാൽ ഒരു കട്ട വെയിറ്റിംഗ് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് നല്ല അലുവയും കട്ടൻ ചായയൊക്കെ തരും കേട്ടോ. നല്ല ഈ ക്ഷീണത്തിൻ്റെ പുറത്ത് ആ ചായ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സുഖമാട്ടോ. ഈ ഒരു സ്ഥലത്താണ് സ്ത്രീകൾക്ക് കാണാൻ വേണ്ടി തങ്ങൾ വരും. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിട്ടതിന് ശേഷം തങ്ങൾ വന്നു. പക്ഷേ വലിയ ടീംസിനെ ആദ്യം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളെ തന്നെ നോക്കുള്ളൂ. കാരണം അത്രയും ക്രൗഡാണ് അവിടെ. അപ്പം വലിയ ബസ്സിലൊക്കെ വന്ന ആൾക്കാർ ആദ്യം അവരുടെ കാര്യങ്ങളൊക്കെ കേട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ക്രൗഡ് ഒഴിവാക്കുകയാണ്. പക്ഷെ വന്ന കാര്യം ഈ സമയം വരെ നടന്നിട്ടില്ല. എമിമോനൊന്ന് ബ്ലസ് ചെയ്യിപ്പിക്കണം. വാപ്പച്ചിക്കും കിണഞ്ഞ് ശ്രമിച്ചിട്ടും കിട്ടിയില്ല. അവസാനം ഉമ്മച്ചിൻ്റെ അങ്ങോട്ട് ഇറങ്ങേണ്ടി വന്നു. അവസാനം ഞങ്ങൾക്ക് തങ്ങളെടുത്ത് കിട്ടി കേട്ടോ. മോനെ എടുത്തു. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത തങ്ങളെ വീട്ടിലോട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ വീട് ഒരേ പാറ്റേണും ഒരേ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കേട്ടോ. ശരിക്കും നല്ല പീസ്ഫുള്ളായിട്ട് മരമൊക്കെ വെച്ചിട്ട് നല്ല തണലൊക്കെ ഉള്ള നല്ലൊരു ശാന്തമായ ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ വന്നപ്പോൾ ഈ ഒരു ഊഞ്ഞാൽ കണ്ട് പിന്നെ എമ്മിനെ കുറച്ച് അതിൽ കിടത്തി ഒന്ന് റെസ്റ്റൊക്കെ എടുപ്പിച്ചു. കാരണം വെയിലൊക്കെ ആയിട്ട് നല്ലോണം മുഷിഞ്ഞുണ്ട് എല്ലാവരും. പിന്നെ മക്കാമൊക്കെ കഴിഞ്ഞ് സിയാർത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോന്നു. പിന്നെ ഈ കാണുന്ന വേറെ ഒന്നല്ല, പുട്ടിയിടലും പരിപാടികളൊക്കെയാണ് എല്ലാം ഒലിച്ചു പോയിട്ടുണ്ട്. പിന്നെ റോഡ് സൈഡിലൊരു സ്ഥലത്ത് നല്ല തണലുള്ള സ്ഥലത്ത് നിർത്തി നമ്മൾ കൊണ്ടുവന്ന ചോറൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്ക് തന്നെ എല്ലാവരും ഒരു വഴിക്കാണ്. അപ്പോൾ ഇന്നൊക്കെ ഇത്രയ്ക്കുള്ളൂ. ബായ്.